ഗൈസ് നമ്മളിന്ന് 6 പേര് കൂടി ഒരു ട്രിപ്പ് പോവാണ്. നമ്മൾ അടുത്തുള്ളൊരു സ്ഥലമാണ്. സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യമാണ്. ഞങ്ങൾ ഇന്ന് മരിയ, ഐറിൻ, സാന്ദ്ര, ജോയലുണ്ട്, പിന്നെ സ്കിബിഡി ഉണ്ട്. ബാക്കി വിശേഷം നമുക്ക് കാണാം. നമ്മളുടെ ട്രെയിൻ വന്നിരിക്കുന്നു, അടുത്തെത്തി. നമ്മൾ എത്ര മണിക്കൂർ ട്രാവൽ ചെയ്താണ് ഇവിടെ വന്നതെന്ന് അറിയോ? അതും ഈ ട്രെയിൻ കിട്ടാൻ വേണ്ടി മാത്രം. ഓക്കെ ഗൈസ്, നമ്മൾ പോവാണ് ഗൈസ്. എങ്ങോട്ട്? പോളണ്ടിലോട്ട്. അപ്പോൾ ഐറിൻ പറഞ്ഞ പോലെ നമ്മളിന്ന് പോകുന്നത് പോളണ്ടിലേക്കാണ് ഗൈസ്. Are you excited? Yes. Yes. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കേട്ട പോലെ ഈ വീഡിയോയിലുള്ള പകുതി സൗണ്ടും ഐറിൻ്റെ സൗണ്ടാണ്. അപ്പോൾ നമ്മളെങ്ങനെ പോയതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്റ്റണിയിൽ നിന്ന് നേരെ പോളണ്ട് ബോർഡറായ സെഗോസെലാക്കിലേക്ക് ട്രെയിൻ കയറും. അവിടം വരെ നമുക്ക് നമ്മുടെ ജർമ്മൻ ടിക്കറ്റ് ഉപയോഗിച്ച് പോകാൻ പറ്റും. പിന്നെ അതിനുശേഷം നമ്മൾ പോളണ്ടിലെ ടിക്കറ്റ് എല്ലാം മേടിക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ പോളണ്ടിൽ കാല് കുത്തിയിരിക്കുന്നു. യെസ് ഗൈസ്, നമ്മൾ ഷാഫൻ ചെയ്തിരിക്കുന്നു ഗൈസ്. അയ്യോ, എന്നെ നല്ലതായിട്ട് എടുത്ത് നോക്കണം ഗൈസ്. ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമഡി ട്രിപ്പായിരുന്നു. കുറേ ഇത് ചിരിക്കാനും അങ്ങനെ കുറേ അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പം നമ്മളിവിടെ പോളണ്ട് ബോർഡറിൽ നിന്ന് ഒരു വീക്കിലി ടിക്കറ്റ് എടുത്തു. അപ്പം വീക്കിലി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഒരു ദിവസത്തേക്കേ പോകുന്നുള്ളൂ, പക്ഷേ 2 ദിവസത്തേക്കുള്ള ടിക്കറ്റ് ഉണ്ട്. നമ്മൾ അവിടുന്ന് വ്രോക്ലോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. വ്രോക്ലോ പോളണ്ടിലെ ഒരു സിറ്റിയാണ് കേട്ടോ, അടിപൊളി സിറ്റിയാണ്. തുടങ്ങി ഗൈസ് നമ്മുടെ പോളണ്ട് യാത്രകൾ ഇവിടെ ആരംഭിക്കുകയാണ്. പോളണ്ട് ബോർഡറിൽ നിന്ന് വ്രോക്ലോ വരെ 2 മണിക്കൂറുണ്ട് നമുക്ക് ട്രെയിനിൽ. അപ്പോൾ നമ്മൾ വ്രോക്ലോയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും എത്തിയിട്ട് നമ്മൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് എങ്ങനെ പോകണമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ അറിയത്തില്ല, ആദ്യമായിട്ടാണ്. എന്തേലും വരുന്ന വഴി വെച്ച് നമുക്ക് ചെയ്യാമെന്നൊക്കെ ഉള്ള പ്ലാനിൽ ഞങ്ങളങ്ങ് ഇറങ്ങി. ഗൈസ്, നമ്മൾ വർക്ക്ലോവിലെത്തിയിരിക്കുന്നു ഗൈസ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ കണ്ട വഴിക്കങ്ങ് നടന്ന വഴിക്ക് നമ്മളൊരു പോളണ്ടുകാരനെ കണ്ടു. പുള്ളി വന്ന് ഇങ്ങോട്ട് നമ്മളോട് മിണ്ടി. അപ്പം പുള്ളിക്ക് കേരളം അറിയാം, മലയാളീസിനെ അറിയാം. അങ്ങനെ കുറേ നേരം പുള്ളിയായിട്ട് സംസാരിച്ചു. പുള്ളി പിന്നെ അവിടെ കാണാൻ എന്തൊക്കെയുണ്ടെന്നെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അതുപോലെ നമ്മളിപ്പോൾ എവിടെടാ? വർക്ക്ലോ എവിടെ? ഏത് രാജ്യം? വാവ്, ഇത് സോളാർ സീറ്റ് പോളണ്ടിലെ. ഇവിടെ ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. യൂസ് എങ്ങോട്ടാ പോണേ? സമയം ഇപ്പോൾ ഒരു 3 മണി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലൂടെ നേരെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വർക്ക്ലോ സിറ്റി സെൻ്ററാണ്. സിറ്റി സെൻ്ററിൽ പോയിട്ട് ബാക്കി എന്താ ചെയ്യാമെന്ന് വെച്ചാണ് നമ്മുടെ പ്ലാന്. അപ്പം ബാക്കി എന്തെങ്കിലും നടക്കുമോയെന്ന് അറിയത്തില്ല, കാരണം സമയം ഇത്രയായല്ലോ. നടക്കുന്ന വഴിക്ക് നമ്മൾ കുറച്ച് മച്ചാന്മാരെ കണ്ടു. അമ്മരെന്തിനാ ഇവിടെ നിൽക്കുന്നത്, എന്താ കാരണം എന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. നമ്മൾ വർക്ക്ലോ സിറ്റി സെൻറ്റർ എത്തിയിരിക്കുന്നു. സിറ്റി വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ, വീക്കെൻഡാണോ അതോ എല്ലാ ദിവസവും തിരക്കാണോ നിർത്തില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സിറ്റി സെൻറ്ററിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മുമ്പിൽ തന്നെ ഇടിക്കാനായിട്ടൊരു കരടിയുടെ ഒപ്പുണ്ട്. കരടി പിടിച്ചു വരെ. നല്ല കിടില സിറ്റി ഫുള്ള് ആക്റ്റീവ് കേട്ടോ. പല സൈഡിലും പല ആക്ടിവിറ്റീസും നടക്കുക. ചിലയിടത്ത് പാട്ട് പാടുന്നു, ചിലയിടത്ത് വേറെ എന്തെങ്കിലും അഭ്യാസ പ്രകടനം, ചിലയിടത്ത് കുറേ പരിപാടി, ഓരോ സൈഡിലും ഓരോ പരിപാടി നടക്കുന്നുണ്ട്. അപ്പം എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. Raz, dwa, trzy.
ആദ്യം ഞാനിത് കണ്ടപ്പോൾ ഓർത്തത് ഒരു പട്ടി ഷോ ആയിരിക്കും ഓർത്തത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ഇത് കുറച്ച് നേരം കണ്ടിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോയി. ഇപ്പം ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം മച്ചാൻ തീ കൊണ്ടൊക്കെയുള്ള പരിപാടിയാണ്. തീ എടുത്ത് എറിയുന്നു, അവിടെ നിന്നുകൊണ്ട് കറക്കണു, മുട്ടം സീന്. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അവസാനം കൊണ്ട് ഇരുട്ടുമായിരുന്നു. സമയം ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴും നമുക്ക് കിട്ടില്ല വിശപ്പ്. എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ടാകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിൽ എവിടെയാണ് ഫുഡ് കിട്ടണേ എന്ന് തപ്പി നടക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു, ഒരു രക്ഷയില്ല, കഴിച്ചിട്ട് തീരുന്നില്ലായിരുന്നു. ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഫുഡിൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം നൈറ്റായിട്ടുണ്ട്, സമയം ഇപ്പോൾ ഒരു 5:50 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 6:30ക്കാണ് വണ്ടി തിരിച്ച് റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ ഞാൻ നൈറ്റായപ്പം ഇവിടുത്തെ സെൻറ്റർ ഒന്ന് കാണിച്ചു തരാമേ. നോക്കിയോ, കണ്ടോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ തിരിച്ച് വണ്ടി കയറാൻ പോവുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ച് നടക്കുക ഗൈസ്. അങ്ങനെ നമ്മൾ പോളണ്ടിനോട് വിട പറയുന്നു. Look at that bunny. ഐറനാണെങ്കിൽ പിക്കാച്ചുവിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടുക, കരയുവാണ് പിക്കാച്ചുവിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഗൈസ്. ഡ്രാമ ഫാനാണ്. അതെ, പൈസ കൊടുക്ക. ഞങ്ങൾ കൊടുത്തേരല്ലേ. പിക്കാച്ചുവിനെ പറ്റിച്ചിട്ട് ഒരാൾ വരുന്നുണ്ട് ഗൈസ്. ഗൈസ് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് പശുവല്ല പാമ്പ് ഇഴ വിരിഞ്ഞ പോലെ ജോയൽ സിംഗം കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. വളരെയേറെ വലിയ വലിയ കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം തളരാറില്ല, ഉറങ്ങാറില്ല, മയങ്ങാറില്ല, സ്ട്രോങ് ആണെന്നൊക്കെ. പക്ഷേ പിഞ്ചു പയ്യൻ ഉറങ്ങിപ്പോയി ഗൈസ്. ബാലൻ. തിരിച്ച് ട്രെയിനിലൊക്കെ കയറി. അപ്പം ഞങ്ങളുടെ യാത്ര അവസാനിക്കുകയാണ്. ജോയിൽ ഒരു ട്രിപ്പ് ഉറങ്ങി, സ്കിബഡി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു സെക്ഷൻ സംഗീത കച്ചേരി നടക്കുന്നു ഗൈസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചൂസ്. ബൈ ബൈ.